വന്നു. അതുകൊണ്ട് വാക്ക് പാലിച്ചു വന്നു പറഞ്ഞു നമ്മൾ വന്നു. നിങ്ങൾക്ക് സമയത്തോണ്ടാണ് ഇത് ഏതാ സംഭവം മനസ്സിലായത് നിർബന്ധ കാര്യം നിർബന്ധം സുന്നത്താണ് എന്താണ് അത് ചെയ്താൽ കൂലി ഇല്ലെങ്കിൽ അതെ അപ്പൊ സുന്നത്താണ് അത് ചെയ്യാത്ത ഞങ്ങൾ പിന്നെ ആക്ഷേപിക്കണ്ടല്ലോ ചെയ്യാത്ത ഞങ്ങൾ ആക്ഷേപിക്കണ്ടല്ലോ നിങ്ങൾ ആക്ഷേപിക്കല്ലോ നിങ്ങൾ ആക്ഷേപിക്കുന്ന കാര്യങ്ങളെ ഇത് ഖുറാഫാത്താണ് ഇത് ഷിർക്കാണെന്ന് വരെ നിങ്ങളെ മൗലവിമാർ എഴുതി വെച്ചു ഒരു കാലത്ത് അനാചാരമാണ് അനിസ്ലാമികമാണ് അതല്ലാന്ന് ഞങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ ഉപയോഗിച്ച് ഞങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടാണെന്നാണ് നിങ്ങൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു ആ ദിനത്തിന് പ്രത്യേകത ഇല്ല ഇപ്പൊ നിങ്ങൾ സമ്മതിക്കേണ്ടിരുന്നു ആ ദിനത്തിന് പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് തന്നെ പ്രസവിക്കപ്പെട്ട ദിനമാണ് ആ തിങ്കളാഴ്ച. നോമ്പാണോ നെച്ചോറാന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആ ദിവസം പ്രത്യേകത കൽപ്പിച്ചോ ഇല്ലേ അതുകൊണ്ട് പറയും. ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചോ ഉണ്ടോ അതൊക്കെ നീ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി തന്നെ നോമ്പെടുത്തു റസൂലുള്ളാഹി തന്നെ നോമ്പെടുത്തു പറട്ടെ. അതുകൊണ്ട് തന്നെ ഖിയാം നാൾ വരെ വരുന്ന ദിവസം തിങ്കളാഴ്ച മുഴുവൻ നോമ്പെടുക്കൽ സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലി കിട്ടുന്നു ഉദ്ദേശിച്ച ശിക്ഷയില്ലാത്ത പറഞ്ഞു. അപ്പൊ ആര് നോമ്പെടുത്താ അത് കൂലി കിട്ടും. അതേ സമയത്ത് വല്ലാതെ തിങ്കളാഴ്ച ഒരാൾ നോമ്പെടുത്തുകാണ്ട് വരും. ഞാൻ ചോദിക്കട്ടെ റസൂലുള്ളാഹിന്റെ ജന്മദിനം 12-ന് തിങ്കളാഴ്ച വരുന്നുണ്ട്. ആ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുക്കുവോ? തിങ്കളാഴ്ച നോമ്പെടുക്കാം. അല്ല തിങ്കളാഴ്ച തരണ്ടേ ഈ പ്രാവശ്യത്തെ തിങ്കളാഴ്ച ഞാൻ ചോദിക്കട്ടെ മുജാഹിദുകൾ അന്ന് ഒരു നോൽപ്പർപ്പിക്കലുണ്ടായിക്കോട്ടെ സലഫി പള്ളിക്കല് എല്ലാവരും നോൽപ്പെടുത്തി ആ ദിവസം പ്രത്യേകത നിങ്ങൾ നെയ്ച്ചോറും പോത്തർച്ചും ഒന്നും വേണ്ട. പിന്നെ നമ്മള് കൊടിയും പിടിച്ച് ജാതിയും പിടിച്ച് ഒന്നും വേണ്ട ജാനബി വേണ്ട ഒന്നും വേണ്ട ഒരു പാട്ടൊന്നും. നിങ്ങളെ പള്ളിക്കൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പിന്നെ തിങ്കളാഴ്ച പ്രത്യേകത നിങ്ങളെല്ലാവരും നോൽപ്പെട്ടിട്ട് ഒന്ന് നോൽപ്പ് അങ്ങനെ വിലയേറ്റം നോൽപ്പ് ഇല്ലല്ലോ ഒന്ന് എല്ലാവരും നോൽപ്പെട്ടിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാണ് കയ്യൂല മക്കളെ ഇത് കയ്യൂല നോൽപ്പെട്ടിട്ട് നടക്കാൻ ഫാറൂഖില്ലേ കാട ഫാറൂഖ് ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു കേട്ടോ. അതിൽ പോകുമ്പോ അവിടെ എന്നെ കണ്ടപ്പോ അല്ല ഇപ്രാവശ്യം നിങ്ങൾ നോമ്പെടുക്കത് ഭയങ്കര ബേജാറ് നമ്മൾ കുടുങ്ങി പോവോ ഞാൻ നോമ്പെടുക്കണം എല്ലാ തിങ്കളാഴ്ച തങ്ങളുടെ 12 തിങ്കളാഴ്ച ഒന്നിച്ചു വന്നു. ഒരാൾ പറയും ഞാൻ അന്നെങ്കിലും നോൽപെടുക്കട്ടെ ഒരാൾ ചോദിച്ചാൽ അന്ന് എടുക്കണം എടുത്തോട്ടെ അത് സുന്നത്താണ്. അല്ല പാവങ്ങൾക്കൊക്കെ ഞാൻ ഭക്ഷണം വിതരണം ചെയ്യാണ് വേണ്ടി 1000 സ്വലാത്ത് ചെയ്യലാണ് അതൊരു സുന്നത്താണ്. അതല്ല ഞാനിങ്ങനെ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് മദഹ് പാടാൻ വേണ്ട സ്റ്റേജും കാര്യം അതൊരു സുന്നത്താണ്. അപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യാം. ഒരാൾ കുടുംബ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുക അന്നൊരു ദിവസമാണ് കൂടുതലായി തങ്ങള് കുടുംബം ചേർക്കുന്ന ആളാണ്. അത് ഞാൻ ഇന്ന് കുടുംബം ചേർക്കട്ടെ. ഒരാൾ പറഞ്ഞ മാതിരി വാപ്പല്ലെങ്കിലേ പള്ളി പോയില്ല എന്നാൽ വെള്ളിയാഴ്ച വന്ന് അതും പോയില്ല എന്നാൽ വെള്ളിയാഴ്ചയും വലിയൊരുന്നാളും വെള്ളിയാഴ്ചയും കൂടെ ഒന്നിച്ചു വന്ന് അന്നെങ്കിലും വാപ്പക്ക് തോന്നുന്ന അന്ന് വെള്ളിയാഴ്ച വലിയൊരുന്നാൾ ഞാൻ വോട്ടാറിനെ പൊയ്ക്കോട്ടെ വിമർശിക്കണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ ഇത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ കയ്യിലെന്താ നിങ്ങളൊന്ന് പറഞ്ഞേരി. ഈ നബിദിനാഘോഷം റബീഉൽ അവ്വൽ 12-ന് ആഘോഷിക്കുന്നു. ഇനിയിപ്പോ 10-12 പേര് ആ ജന്മദിനം ആ മാസം വരുമ്പോ അതിനെ പറ്റി ആഘോഷിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ നടക്കണത് നിങ്ങൾക്ക് അറിയാലോ. ആളുകളെ ഒരുമിച്ച് കൂടി മധു പറയുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നു, മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയട്ടെ ഇത് തെറ്റാണോ? ചെയ്ത് മാതൃക ചെയ്തില്ല. നമ്മളെ നിസ്കാരം പള്ളിയും മദ്രസ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പള്ളിയിൽ എടുക്കുക പള്ളി ഇനി കൊടുക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ഇട്ട പള്ളിമാരാണ് അന്ന് മാതൃക. സ്വഹാബത്തിന്റെ പള്ളി ഇട്ടമാരാണ് അന്നത്തെ മാതൃക. സലഫി പള്ളികളൊക്കെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ മിനാരം വെക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ മിനാരം വെച്ചിട്ടുണ്ട് പള്ളിക്ക്. മിനാരത്തിന് കായ് എടുത്താലോ? സ്വഹാബത്തിനുണ്ടോ? മിനാരത്തിന് കായ് എടുത്ത വിദേത്താവൂലേ? ഞാൻ പറഞ്ഞ പള്ളി നിർമ്മാണത്തിനോടനുബന്ധിച്ച് മിനാരത്തിന് ഒരാൾ 1,00,000 കൊടുത്തു. ഇത് പള്ളിക്കും വേണ്ടി കൊടുത്താൽ പൈസ ഇല്ല. റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയിൽ ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കുക. മിനാരത്തിന് ഇപ്പൊ പള്ളിയിൽ കൊടുക്കും. സ്വഹാബത്തോ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു അടയാളം വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മിനാരം വെച്ചോ? മറുപടി പറയുങ്ങളെ
എന്തെങ്കിലും കൊല്ലത്തിന് നബിദിനം വരുമ്പോ മാത്രം റസൂലുണ്ടോ സ്വഹാബത്തുണ്ടോ പറഞ്ഞാണ്ട് പോയി നിങ്ങളെ മറ്റേ ഏതാനും മറുപടി പറഞ്ഞു ഇന്നപ്പോ ഇതിനാണ് നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇതിനെന്ന് പറയുന്നത് നിങ്ങൾ കാര്യം തട്ടി പോകരുത്. നിങ്ങൾക്ക് പലരും അറിയില്ല കേക്ക് റസൂലുള്ളാഹിന്റെ പേര് കിട്ടണം ഇല്ല സ്വലാത്ത് എന്താ സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പഠിപ്പിച്ചതാ. ഈ സ്വലാത്ത് ചെല്ലണം. ഏത് സ്വലാത്ത് നാദാപുരം കണ്ടത്തില് ഹുസൈൻ സലഫി പറഞ്ഞ ഈ സ്ഥലത്തില്ല റസൂൽ പഠിപ്പിക്കാത്ത സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദിനോട് ഞാൻ ചോദിക്കുന്നു. റസൂലുള്ളാഹിന്റെ പേര് കേട്ട ആദ്യം ചെല്ലൽ സ്വല്ലല്ലാഹു ആ സ്ഥലത്ത് എവിടെ തൊട്ടി തങ്ങൾക്ക് സ്വലാത്ത് റസൂൽ പഠിപ്പിച്ചോ? ഇനി വെള്ളിയാഴ്ച ഇത് പൈസ 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 കൊടുക്കും.